പിയാസുനിലേക്ക്. സുനിൽ, അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗമാണ്. ധാവ്ളെ എന്ന പേര് മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രമല്ല ബംഗാളിൽ നിന്നും ഉയർന്നു വന്നാണ്. ധാവ്ളെ മഹാരാഷ്ട്രക്കാരനാണ്. അപ്പോൾ ഒരു ആ മത്സരം എന്തിൻ്റെ സൂചനയായി കാണണം? അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനവുമാണ്. കാരണം അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ കമ്മിറ്റിയിൽ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്മൃതി, തീർച്ചയായും ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള അവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം DL കരാടാണ് ഇന്നിപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരിക്കുന്നത്. ഏതായാലും മത്സരിക്കുക എന്ന ജനാധിപത്യ അവകാശം നിറവേറ്റുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ കരാട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലോ ഇപ്പോഴുള്ള കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലോ ഒന്നും തന്നെ തനിക്ക് വിയോജിപ്പുകളില്ല. പക്ഷേ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലേക്ക് വരണം എന്നുള്ളതാണ് തൻ്റെ നിലപാട്. അതിൻ്റെ ഭാഗമായുള്ള ജനാധിപത്യ അവകാശം നിറവേറ്റാൻ വേണ്ടിയാണ് താൻ മത്സരിച്ചത് എന്നാണ് ഇപ്പോൾ കരാട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നടന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ പ്രകാശ് കാരാട്ട്, പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ച പാനലിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിക്കാനുള്ള തീരുമാനം കരാട് എടുക്കുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഫലം എന്താണെന്ന് തന്നെ സംബന്ധിച്ച് പ്രസക്തമേ അല്ല എന്നാണ് കരാട് ചൂണ്ടിക്കാണിക്കുന്നത്. മത്സരിക്കുക, തന്റെ ജനാധിപത്യ അവകാശം. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജനാധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പലതവണ പറയുകയും ചെയ്തു. സുനിൽ, തീർച്ചയായും ആ ഒരു ജനാധിപത്യ അവകാശം താൻ ഉപയോഗിച്ചു എന്നാണ് കരാട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിലൂടെ ഒരു സന്ദേശം തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കരാട് നൽകാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഈ ഒരു കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുക, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിക്കാനുള്ള പാർട്ടി ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, ജനാധിപത്യ അവകാശം താൻ ഉപയോഗിക്കുന്നു എന്നുകൂടി കരാട് വ്യക്തമാക്കി തൻ്റെ നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയാണ്. ഏതായാലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെ നമുക്കറിയാം പാർട്ടി വലിയ കർഷക മുന്നേറ്റത്തിനൊക്കെ നേതൃത്വം വഹിച്ച പാർട്ടിയാണ്. നമുക്കറിയാം അശോക് ദാവ്ളെയെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അശോക് ദാവ്ളെയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ തന്നെ അശോക് ദാവ്ളെയെ ജനറൽ സെക്രട്ടറി ആക്കണം എന്ന നിലപാട് ഇന്നലെ ചേർന്ന PB യോഗത്തിലും ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിലുമൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഏതായാലും ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ MA ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റം, ലോങ് മാർച്ച് ഒക്കെ നടത്തി ആ മുന്നേറ്റത്തിൻ്റെ നേതൃനിരയിൽ നിന്ന നേതാക്കളാണ് കരാടിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ. ഏതായാലും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ചില വിയോജിപ്പുകൾ അവർ കേന്ദ്ര കമ്മിറ്റിയിൽ അറിയിക്കുകയും പാർട്ടി ഭരണഘടന പ്രകാരമുള്ള ഭരണഘടനാ അവകാശം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിക്കുക കൂടി ചെയ്തു എന്നാണ് ഇപ്പോൾ കരാട് വ്യക്തമാക്കുന്നത്. അതിന്റെ ഫലം തന്നെ സംബന്ധിച്ച് പ്രസക്തമല്ല എന്നുകൂടി വ്യക്തമാക്കി പാർട്ടി നേതൃത്വത്തിന് ഒരു സന്ദേശം നൽകുകയാണ് കരാട് ഈ മത്സരത്തിലൂടെ. തീർച്ചയായും കർഷക മുന്നേറ്റത്തിന്റെ ഭൂമിയിൽ നിന്ന് വന്ന നേതാവാണ് ഈ CCയിൽ മത്സരിച്ചത് എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. മത്സരം അനുവദിക്കുന്ന പാർട്ടി കൂടിയാണ് CPM എന്ന നില വന്നിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് വളരെ പോസിറ്റീവായി കാണണം എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. മത്സരത്തിൻ്റെ രാഷ്ട്രീയം പ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യമില്ല എന്നിനി പറയാൻ സാധിക്കില്ല എന്ന ഒരു സന്ദേശം കൂടി ഈ മത്സരം കാണിക്കുന്നുണ്ട്. റിസൾട്ട് പ്രസക്തമല്ല, ഇത് ജനാധിപത്യപരമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പാർട്ടി കോൺഗ്രസിൽ നല്ല ചർച്ച നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ കമ്മിറ്റിയിൽ വേണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ മത്സരിച്ചത്. അതിൻ്റെ ഫലം എന്തായാലും അത് അംഗീകരിക്കുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം വിശദീകരിച്ചത്.